കേരളം ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. വികസനത്തിന്റെ പുതിയൊരു യുഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുമ്പോൾ സ്വന്തം മരുമകന്റെ പേര് നോട്ടീസിലില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ മുഴുവൻ വികസന പരിപാടിയും ബഹിഷ്കരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു അല്പത്തരം? അതെ, ദേശീയപാത തലപ്പാടി ചെങ്കള രാമനാട്ടുകര വെങ്ങളം റീച്ചുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും വിട്ടുനിൽക്കുന്നു. കാരണം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ലത്രേ. വികസനത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചുമാറ്റാൻ നോക്കിയവർക്ക് കിട്ടിയ കരണത്തടിച്ച മറുപടിയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, ഇനി മരുമകനെയും ക്ഷണിക്കണമെന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിൽ കേരളത്തിലെ CPM രാഷ്ട്രീയം ഇന്ന് വിയർക്കുകയാണ്. എന്താണ് ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? വികസനം വരുമ്പോ എന്തിനാണ് ഇടതും വലതും ഇത്രയധികം ഭയപ്പെടുന്നത്? കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഇരവാദം നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കുന്നു. വരും മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എന്തായാലും ഒന്ന് പറയാം, നിങ്ങൾ ഇത് ബഹിഷ്കരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 66ന്റെ വികസനം ഇത് മോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ്. പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ചവർ വെറും കല്ലിട്ടു പോയ സ്ഥലത്ത് ആയിരക്കണക്കിന് കോടി രൂപ വാരിയെറിഞ്ഞ് ആധുനികമായ റോഡ് പണിതത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇതിന്റെ സുപ്രധാന റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ അത് കേരളത്തിന് വലിയൊരു ഉത്സവമാകേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാർ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദരവോട് ക്ഷണിച്ചു. മന്ത്രിമാരായ MP രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും ഉൾപ്പെടുത്തി. എന്നാൽ ഇവിടെയാണ് CPM തന്ത്രം മെനഞ്ഞത്. പ്രോട്ടോകോളിൽ ഇല്ലാത്ത മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നും പറഞ്ഞ് അവർ വിവാദം പടച്ചുവിട്ടു. കേരളത്തിന്റെ വികസന നായകൻ റിയാസ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള പിണറായിയുടെ കുടുംബ അജണ്ടയ്ക്കേറ്റ തിരിച്ചടിയാണിത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രതികരിച്ചപ്പോ അതിൽ വെറും രാഷ്ട്രീയമല്ല, മറിച്ച് വികസനത്തോടുള്ള പ്രതിബദ്ധതയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അദ്ദേഹം വരണം, അദ്ദേഹത്തെ ആദരവോടെയാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്റെ കൂടെ മരുമകൻ കൂടി വരണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയക്കാമായിരുന്നല്ലോ. ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലോ, സെക്രട്ടറി ഉണ്ടല്ലോ. നോക്കൂ സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒരു കത്തയച്ച് മര്യാദ കാണിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? കാരണം അവർക്ക് വേണ്ടത് വിവാദമാണ്, വികസനമല്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തപ്പോ അന്നും മുഹമ്മദ് റിയാസ് അതിനെ വിശേഷിപ്പിച്ചത് അല്പത്തരം എന്നാണ്. ഇന്ന് ദേശീയപാതയുടെ കാര്യത്തിൽ റിയാസിന് മറുപടി നൽകാനായി രാജീവ് ചന്ദ്രശേഖർ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചു. വിവാദമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത രാഷ്ട്രീയക്കാരാണ് കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ UDF-ഉം LDF-ഉം. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെ അല്പത്തരം പറയാൻ കഴിയൂ. മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ കേരളത്തിൽ ഒരു വലിയ സംഭവമായി ഉയർത്തിക്കാട്ടാൻ പിണറായി വിജയൻ നല്ലോണം കിടന്ന് പരിശ്രമിക്കുകയാണ്. റോഡിലെ ഓരോ കുഴി അടയ്ക്കുമ്പോഴും ക്യാമറയുമായി ചെന്ന് ഷോ കാണിക്കുന്ന റിയാസിന് കേന്ദ്രം പണിത ഈ ബൃഹത്തായ പദ്ധതിയുടെ കീഴിൽ അല്ലെങ്കിൽ പാതയുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് BJPക്ക് അറിയാം. കേന്ദ്രത്തിന്റെ പണത്തിൽ കേരളം വികസിക്കുമ്പോൾ അതിന്റെ സ്റ്റിക്കർ സ്വന്തം നെഞ്ചത്തൊട്ടിക്കാൻ നോക്കുന്ന റിയാസിന്റെ കളി ഇനി നടക്കില്ല. വികസനം മോദിയുടേതാണ്, അത് ജനങ്ങൾക്കറിയാം. റിയാസിനെ വിളിച്ചില്ല എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ പുകമറിയാണ്, ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം എന്നും പറയാം. ഈ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന പതിവ് പല്ലവി. എന്നാൽ വസ്തുതകൾ നോക്കൂ. ദേശീയപാത 66ന് വേണ്ടി ഭാരത സർക്കാർ ചെലവാക്കുന്നത് ലക്ഷം കോടി രൂപയാണ്. ഭൂമി ഏറ്റെടുക്കലിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് കേന്ദ്രത്തിന്റെ കർശന ഇടപെടൽ മൂലമാണ്. കേരളം കൊടുക്കേണ്ട വിഹിതം പോലും കൃത്യമായി നൽകാതെ കേന്ദ്രത്തെ പഴി പറയുകയാണിവർ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ അടുത്ത 30 ദിവസം ഇവർ വിവാദങ്ങൾ മാത്രമേ ചെയ്യൂ. കാരണം ഇവർക്ക് വോട്ട് ചോദിക്കാൻ വികസനത്തിന്റെ കണക്കുകൾ നിരത്താനില്ല, ഒന്നും പറയാനില്ല. ജനങ്ങൾ ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത് മോദി തന്നതാണെന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പേടി. രാജീവ് ചന്ദ്രശേഖർ മുൻ മന്ത്രി എന്ന നിലയിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം കേരളത്തിനായി ചെയ്ത കാര്യങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. IT മേഖലയിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിലായാലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം വികസനത്തിന്റെ ഭാഗമാണ്. പക്ഷെ CPM-ന് അത് സഹിക്കില്ല. അവർക്ക് വേണ്ടത് കുടുംബവാഴ്ചയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകനെ നേരിടാൻ കഴിയാത്ത റിയാസും സംഘവും ഇപ്പോൾ ക്ഷണിച്ചില്ല എന്ന പേരിൽ ഒളിച്ചോടുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച പദ്ധതികൾ നമുക്ക് നോക്കാം. കൊച്ചി മെട്രോ 2ാം ഘട്ടം, വന്ദേ ഭാരത് എക്സ്പ്രസ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അതിവേഗ പൂർത്തീകരണം, ഗെയിൽ പൈപ്പ് ലൈൻ,
ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ, ഇതിലൊന്നും കേരള സർക്കാരിന് അവകാശപ്പെടാനായി ഒന്നുമില്ല. ഇതെല്ലാം മോദി ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടിയെ തകർക്കാൻ മരുമകൻ വിവാദം കൊണ്ട് കഴിയില്ല. മുഖ്യമന്ത്രിയും മറ്റ് 2 മന്ത്രിമാരും പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഇത് BJPയോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങളുടെ നാട്ടിലെ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ വരാതിരിക്കുന്നത് നിങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളുടെ ആഘോഷം ബഹിഷ്കരിക്കുന്ന ഈ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നട്ടാൽ മുളയ്ക്കാത്ത അല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് വികസനത്തെ തടയാൻ നോക്കുന്നവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും. രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ CPM-ന് എന്തായാലും കഴിയില്ല. നാവിറങ്ങിപ്പോയി. കാരണം അവരുടെ കയ്യിൽ ന്യായമില്ല, വെറും വാശി മാത്രമാണ്. കേരളത്തിന് വേണ്ടത് വിവാദമല്ല, വികസനമാണ്. അത് മോദി സർക്കാർ നൽകുന്നുണ്ട്. മരുമകനെ വിളിച്ചിട്ടില്ലെങ്കിലും മോദി വരും, റോഡുകൾ തുറന്നു കൊടുക്കും, ജനങ്ങൾ യാത്ര ചെയ്യും. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങളുടെ പുകമറയ്ക്കപ്പുറം നമ്മൾ കാണേണ്ട ഒരു വലിയ സത്യമുണ്ട്. അത് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യമാണ്. പതിറ്റാണ്ടുകളായി കേരളം കേട്ട് മടുത്ത പദ്ധതികൾ വരും, പക്ഷേ നടപ്പിലാകില്ല. ഈ അവസ്ഥയിലാണ് അദ്ദേഹം അന്ത്യം കുറിച്ചത്. ഈ അവസ്ഥയ്ക്കാണ് അദ്ദേഹം അന്ത്യം കുറിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച നേതാവാണ് മോദി. അദ്ദേഹത്തിന് വികസനം എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, മറിച്ച് ജനതയുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള തപസ്സാണ്. ഈ ദേശീയപാത വെറുമൊരു റോഡല്ല, അത് വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും കൂട്ടിമുട്ടിക്കുന്ന പ്രത്യാശയുടെ പാതയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഹൈവേകൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ, വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെയും മോദി ഗ്യാരണ്ടി എന്ന വാക്കിന്റെ കരുത്താണ്. മുഖ്യമന്ത്രിയോ മന്ത്രിയോ വന്നാലും വന്നില്ലെങ്കിലും കേരളത്തിലെ ജനലക്ഷങ്ങൾ ഇന്ന് മോദിയെ ഹൃദയത്തോട് ചേർക്കുന്നു. കാരണം ഭരണകർത്താക്കൾ തങ്ങളുടെ കുടുംബത്തെയും മരുമക്കളെയും വാഴിക്കാൻ നോക്കുമ്പോൾ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളെയും തന്റെ സ്വന്തം കുടുംബമായി കാണുന്നു. അവരുടെ സൗകര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. ഈ വികസന കുതിപ്പ് കണ്ട് അസ്വസ്ഥരാകുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ വിവാദങ്ങൾ കൊണ്ട് ഈ കുതിപ്പിനെ തടയാനാകില്ല. അതുകൊണ്ട് കേരളത്തിന്റെ യഥാർത്ഥ വികസന നായകൻ ആരാണെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മരുമകൻ രാഷ്ട്രീയത്തിന് മറുപടി വികസന രാഷ്ട്രീയത്തിലൂടെ നൽകുന്ന മോദി സർക്കാരിനൊപ്പം നമുക്ക് അണിചേരാം. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് വികസനം കൊണ്ട് മറുപടി നൽകുന്ന ഈ പുത്തൻ ശൈലിയാണ് കേരളത്തിന് വേണ്ടത്. വിവാദങ്ങൾ അവസാനിക്കും, പക്ഷേ നരേന്ദ്രമോദി പണിത ഈ വിസ്മയ പാതകൾ തലമുറകളോളം ഇവിടെ ഉണ്ടാകും. രാഷ്ട്രത്തിന് മുൻഗണന നൽകുന്ന, ജനക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നരേന്ദ്രമോദിയുടെ കരുത്തിന് നേതൃത്വത്തിന് നമുക്ക് കൈയടിക്കാം. വികസന വിരോധികളെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ബഹിഷ്കരണം കൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.